ഹലോ. നമ്മുടെ ഏജൻസിയിൽ പുതിയ 2 വേക്കൻസികൾ വന്നിട്ടുണ്ട്. അത് അറിയിക്കാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. എൻ്റെ വോയിസ് ക്ലിയർ അല്ല എന്ന് എനിക്കറിയാം, എന്നാലും ഞാൻ അടുത്ത വീഡിയോകളിൽ അത് ക്ലിയർ ചെയ്യുന്നതായിരിക്കും. ഇപ്പം എൻ്റെ കയ്യിൽ മൈക്കും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ കാണുന്ന എൻ്റെ കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയുകയാണ്, ഇപ്പോൾ വന്നിട്ടുള്ള വേക്കൻസികൾ ഒന്ന് വെൽഡേഴ്സിനും പിന്നെ കൺസ്ട്രക്ഷൻ എഞ്ചിനീയർ, ഈ 2 മേഖലയിൽ മാത്രമാണ് ഇപ്പോൾ നിലവിൽ വേക്കൻസി ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ അതിലുള്ള ആളുകൾ മാത്രമേ ഈ വീഡിയോ കണ്ടിട്ട് അവർക്ക് ഉപകാരം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ പറയണം. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോയും കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണുകയാണെങ്കിൽ അത് നല്ലതാണ്. ലിത്വാനിയ, റൊമാനിയ എന്നിങ്ങനെ 2 രാജ്യങ്ങളിലേക്കാണ് ഇപ്പോൾ നിലവിൽ വേക്കൻസി ഉള്ളത്. വെൽഡേഴ്സിന് ലിത്വാനിയയിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. റൊമാനിയയിലേക്ക് കൺസ്ട്രക്ഷൻ എഞ്ചിനീയർ എന്ന തസ്തികയിലേക്കാണ് ഇപ്പോൾ നിലവിൽ വേക്കൻസി ഉള്ളത്. വെൽഡേഴ്സ് നിലവിൽ 60 വേക്കൻസി വെൽഡേഴ്സിന് വന്നിട്ടുണ്ട്. 2400 യൂറോ ശമ്പളം പറയുന്നുണ്ട്. അക്കോമഡേഷനുള്ളൂ, ഫുഡ് ഉണ്ടാവില്ല. ട്രാൻസ്പോർട്ടേഷനും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒരു 8 to 10 മണിക്കൂർ വർക്ക് ചെയ്യേണ്ടതായിട്ട് നിങ്ങൾ വരും. പിന്നെ ലിത്വാനിയ ഷെങ്കൻ കൺട്രിയാണ്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഞാൻ ഏജൻസിയുടെ ഡീറ്റെയിൽസ് ഇതിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. നിങ്ങൾ അവരായിട്ട് കോണ്ടാക്ട് ചെയ്യുക. കോണ്ടാക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും. ഈ വേക്കൻസിയിൽ നിങ്ങൾക്ക് ജോയിൻ ആവണമെന്ന് ആഗ്രഹമുള്ളവർ ജോയിൻ ആവുക. അല്ലാത്തവർക്ക് കൂടുതൽ വേക്കൻസി ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇവരെ വാട്സപ്പ് ഗ്രൂപ്പിൽ ആഡ് ആവാനും നിങ്ങൾക്ക് സാധിക്കും. അത് അവരോടായിട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ വാട്സപ്പ് ഗ്രൂപ്പിൽ ആഡ് ആവാനായിട്ട് സാധിക്കും. കൺസ്ട്രക്ഷൻ എഞ്ചിനീയർക്ക് ഒരാൾക്ക് വേക്കൻസി ഉണ്ടാവുള്ളൂ. അതിന് 3000 ലീവാണ്. അതായത് ലീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗൾഫ് ദുബായുമായി കമ്പയർ ചെയ്യാനേ പറ്റുള്ളൂ. ഇവിടുത്തെ സാലറി റൊമാനിയയിലേക്കാണ് 3000 ലീവാണ് ശമ്പളം. അപ്പോൾ അത് ഒരാൾക്ക് വേക്കൻസി ഉള്ളൂ. അപ്പോൾ അതിനുള്ള ക്വാളിഫിക്കേഷൻ നോക്കിയിട്ട് ഞാൻ അതിൽ ആഡ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അതിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. കൂടുതൽ വേക്കൻസികൾ ഞാൻ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ അവർക്ക് നോക്കിയിട്ട് താല്പര്യമുള്ളവർക്ക് അതിൽ കൊടുക്കാവുന്നതാണ്. സ്കിൽഡ് വർക്കുള്ളവർക്ക് കൂടുതലും ഇവിടെ സാധ്യതകൾ കൂടുതലാണ്. ഷെങ്കൻ കൺട്രിയിലേക്ക് പ്രത്യേകിച്ച്. അൺസ്കിൽഡ് വർക്കിന് ഷെങ്കനിലേക്ക് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത് എംബസി ഇൻ്റർവ്യൂ അല്ലെങ്കിൽ VFS അങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോൾ നിങ്ങൾക്കത് റിജക്ഷൻ വരാനായിട്ട് കൂടുതൽ സാധ്യത കൂടും. എനിക്ക് അറിവുള്ളതുകൊണ്ട് പറയുകയാണ്. പിന്നെ കൂടുതലും ഇംഗ്ലീഷ് നിങ്ങൾ സംസാരിക്കാനായിട്ട് ശ്രമിക്കുക. ഇംഗ്ലീഷ് കൂടുതൽ പഠിക്കാനായിട്ട് ശ്രമിക്കുക. നമ്മളെ പോലെയുള്ള സാധാരണക്കാർക്ക് ഇംഗ്ലീഷ് കൂടുതൽ അറിയണ്ടാവില്ല. ഇപ്പം ഞാനാണെങ്കിലും ഇംഗ്ലീഷൊക്കെ കുറച്ച് പഠിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. നമ്മൾ ഇതിന് വേണ്ടിയിട്ട് പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കാനൊക്കെ ആയിട്ട് കൂടുതലായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് ഭാവിയിൽ ഇപ്പം നിങ്ങൾ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 1 കൊല്ലം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ 1.5 കൊല്ലം കഴിഞ്ഞിട്ടാണ് നിങ്ങൾക്ക് ഇങ്ങനത്തെ രാജ്യങ്ങളിൽ എത്തിപ്പെടാനായിട്ട് പറ്റുള്ളൂ. പെട്ടെന്നൊന്നും എത്തിപ്പെടാമെന്ന് ആരും വിചാരിക്കാതിരിക്കുമോ. കാരണം ഇതിൻ്റെ പിന്നിൽ കുറേ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം. അപ്പോൾ പല മേഖലയിലും വർക്ക് ചെയ്തിട്ടുള്ള ആളുകൾ ഇവിടെ ഉണ്ടായിരിക്കും. അപ്പോൾ കൂടുതലും നിങ്ങൾ സ്കിൽഡായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള മേഖല ഏതാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ആ മേഖല കൂടുതൽ ചൂസ് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. അപ്പോൾ അടുത്ത വേക്കൻസികൾ ഞാൻ ഇതിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളതിന് വേണ്ടി ശ്രമിക്കുക. അപ്പോൾ അൺസ്കിൽഡും വേക്കൻസികളൊക്കെ വരുന്നുണ്ട്. കൂടുതൽ സ്കിൽഡ് വേക്കൻസികളായിരിക്കും നിങ്ങൾക്ക് സാധ്യത കൂടുക. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അടുത്ത വേക്കൻസികൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്നവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക് യു.